Welcome to my channel. Learn to code from zero to hero. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. Learn to code from zero to hero. അതിനു മുന്നേ താങ്ക്സ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. If you are new to my channel, please subscribe, like, share and comment. Do you find difficulty in coding? നിങ്ങൾ കോഡിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? If yes, please watch my channel seriously. Take action now. Start to learn. Don't waste time. Take action immediately. You can achieve logic by practice. Start learning with clear mind. Ask your doubts as comments. ഇനി ഒട്ടും സമയം വൈകിക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക, പെട്ടെന്ന് തുടങ്ങുക. ഈ പ്രസന്റ് ആയിട്ടുള്ള കാലമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് ലോജിക് നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു ക്ലിയർ ആക്കി വെക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ചോദിക്കുക. ടിപ്പ് ഫോർ ദ ഡേ: അച്ചീവ് സെൽഫ് കൺട്രോൾ. ഗെറ്റ് റെഡി ടു ലേൺ ബേസിക് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇന്ന് ഞാൻ തീരുമാനിച്ച എന്താണ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഇവ തമ്മിലുള്ള ഒരു പഠനം ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ബേസിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്? The set of instructions called programs given to the computer to do some useful work. അതിനെയാണ് നാം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോഡായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് കൂടുമ്പോൾ അതിനെ നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നു. അവ നമ്മൾ ഏതിലേക്കാണ് കൊടുക്കുന്നത്? കമ്പ്യൂട്ടറിലേക്കാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്? ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജോലി ചെയ്യുവാനായിട്ട്. അപ്പോൾ എന്ത് പറയും നമ്മൾ അതിനെ? പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് പ്രോഗ്രാംസ് given to the computer to do some useful work. സാധാരണ ഇത് എപ്പോഴും ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് പറയണം? The set of instructions called programs given to the computer to do some useful work. Here stress is given to useful work. അപ്പം അടുത്തത്, ഇനി എന്തൊക്കെ തരം ലാംഗ്വേജസ് ആണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്? മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അങ്ങനെ 3 തരത്തിലുള്ള ലാംഗ്വേജസ് ആണ് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലാംഗ്വേജ് ആണ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. Machine level language. It is in the form of zeros and ones or one or off. It was introduced by George Boole. George Boole എന്നൊരാളുടെ ആശയപ്രകാരമാണ് നമ്മൾ ഈ മെഷീൻ ലെവൽ ലാംഗ്വേജ് കണ്ടുപിടിച്ചത്. അതിലെപ്പോഴും ഈ ലാംഗ്വേജിൽ എപ്പോഴും 0ഉം 1ഉം 0ഉം 1ഉം 0ഉം 1 ആയിട്ടായിരുന്നു പ്രോഗ്രാമിംഗ് എഴുതിയിരുന്നത്. ഇന്ന് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് പണ്ട് കാലങ്ങളിൽ 0സും 1സും 0സും 1സും ആയിട്ടാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് എഴുതിയിരുന്നത്. പക്ഷേ അതിലേതെങ്കിലും ഒരു 0 ഏതെങ്കിലും ഒരു 1 തെറ്റിപ്പോയാൽ ഡീബഗ്ഗിങ്, കറക്റ്റിംഗ് ദ മിസ്റ്റേക്സ് എന്തായിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? പിന്നീട് കണ്ടുപിടിച്ച ലാംഗ്വേജ് ആണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ആ അസംബ്ലി ലാംഗ്വേജ് എങ്ങനെ? ഈ 0s and 1sന് പകരം അവരെന്താ ഉപയോഗിച്ചത്? നിമോണിക് കോഡ്സ്. നിമോണിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ for addition we use add, for subtraction we use sub, for multiplication we use mul, for loading we use LDA. അങ്ങനെ സ്പെസിഫിക് നിമോണിക് കോഡ്സ് വെച്ച് പ്രോഗ്രാം എഴുതുന്നതിനെയാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഈ ഡീബഗ്ഗിങ്, കറക്റ്റിംഗ് മിസ്റ്റേക്സ് കുറച്ചും കൂടെ ഈസി ആയിട്ട് വന്നു. പക്ഷെ അതിൽ നിന്നും ആളുകൾ തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് അവർ കണ്ടുപിടിച്ച ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രകാരം എഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ C++, പൈത്തൺ എന്ന് പറയുന്ന ഒക്കെ ഏതിൽ പെട്ടതാണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ പെട്ടതാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഹ്യൂമൻ ബീയിങ്സിന് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഡീബഗ്ഗിംഗ് പർപ്പസ് വാസ് സിമ്പിൾ.
എന്തായിരുന്നു, അപ്പം ഒരു മിസ്റ്റേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ കമ്പ്യൂട്ടറിന് ഈ ലാംഗ്വേജ് മനസ്സിലാവില്ല. അതുകൊണ്ട് അവരെന്ത് കണ്ടുപിടിച്ചു? ട്രാൻസ്ലേറ്റേഴ്സ് കണ്ടുപിടിച്ചു. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 തരം ട്രാൻസ്ലേറ്റേഴ്സ് ആണുള്ളത്: ഇന്റർപ്രറ്റർ, അസംബ്ലർ, കമ്പൈലർ. ഇത് വെച്ച് ഒന്നെങ്കിൽ ഇന്റർപ്രറ്റർ ഉപയോഗിക്കും, അല്ലെങ്കിൽ അസംബ്ലർ ഉപയോഗിക്കും, അല്ലെങ്കിൽ കമ്പൈലർ. സാധാരണയായി ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്ന ട്രാൻസ്ലേറ്റർ ഇന്റർപ്രറ്റർ ആണ്. അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച ട്രാൻസ്ലേറ്റർ അസംബ്ലർ ആണ്. അതേപോലെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ച ട്രാൻസ്ലേറ്റർ കമ്പൈലർ ആണ്. കോബോൾ എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു ബിസിനസ് ആപ്ലിക്കേഷന് വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു കോബോൾ. അത് ഉപയോഗിച്ചത് കമ്പൈലർ ആയിരുന്നു. കമ്പൈലർ എന്ന് പറഞ്ഞാൽ കുറേ എററുകളൊക്കെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കുറേ എററുകളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് പേജസ് ആയിട്ട് ഇങ്ങനെ കാണാൻ സാധിച്ചു. അപ്പോൾ ഓരോന്നോരോന്നേ നമ്മൾ കറക്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചത് കാരണം നമുക്കൊരു ഗുണമുണ്ടായി. ആ ഗുണം എന്താണ്? അത് ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ. ആദ്യത്തെ ലൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കും, അതുണ്ടെങ്കിൽ അത് കാണിക്കും, ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് വരും, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കും, അതിലില്ലെങ്കിൽ 3ാമത്തെ ലൈനിൽ വരും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാമായിരുന്നു. എന്തിൻ്റെ സഹായം കൊണ്ട്? ഇന്റർപ്രറ്ററിന്റെ സഹായം കൊണ്ട്. ഇത് തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ്? കറക്റ്റിംഗ് മിസ്റ്റേക്സ് വാസ് മെയ്ഡ് ഈസി. ഡീബഗ്ഗിങ്ങും വളരെ എളുപ്പമായിരുന്നു. Get ready to learn basic expressions. അതിലാദ്യം നമ്മൾ നോക്കുന്നത് arithmetic expressions ആണ്. Arithmetic expressions are formed by combining numeric constants and numeric variables with arithmetic operators in conjunction with brackets. കണ്ടോ, ഇവിടെ കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്താണ് പെരന്തസിസ് എന്ന് അതിന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ്. എക്സ്പ്രഷൻ ഇൻസൈഡ് ബ്രാക്കറ്റ്സ്. ഏതൊരു എക്സ്പ്രഷൻ ആണോ നമ്മൾ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് കൊടുക്കുന്നത് അതായിരുന്നു ആദ്യം കമ്പ്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് പ്രയോറിറ്റി അതിനുണ്ടായിരുന്നു എന്ന് അർത്ഥം. പിന്നീട് ഉണ്ടായിരുന്നതാണ് എക്സ്പോണൻസിയേഷൻ. ഈ സിമ്പിൾ കണ്ടോ, ഇതാണ് എക്സ്പോണൻസിയേഷൻ ഉപയോഗിച്ചത്. ഇതിന് സെക്കൻഡ് പ്രയോറിറ്റി ഉണ്ടായിരുന്നു, ഒരു സ്ഥാനമുണ്ടായിരുന്നു. സ്ലാഷ് ആൻഡ് സ്റ്റാർ ഡിവിഷന് വേണ്ടിയും മൾട്ടിപ്ലിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് തേർഡ് പ്രയോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. പ്ലസ് ആൻഡ് മൈനസ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, പ്ലസ് അഡീഷനും മൈനസ് സബ്ട്രാക്ഷനും ഉപയോഗിച്ചു. അതിന് ഫോർത്ത് പ്രയോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൈറാർക്കി ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ ഹൈറാർക്കി അനുസരിച്ചിട്ടായിരുന്നു ഓരോ അരിത്മെറ്റിക് എക്സ്പ്രഷൻസും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ട് ചെയ്തിരുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 8/4/2. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുന്നത്. ആദ്യം 8/4 എന്താണ്? 2/2. 2/2 ചെയ്യും. പിന്നീട് ആദ്യം 8/4 ചെയ്തതിന് ശേഷം നമുക്ക് 2/2 കിട്ടും അല്ലേ? ആഫ്റ്റർ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ കിട്ടിയിരിക്കുന്നത്? 2/2. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1. അതുകൊണ്ട് റിസൾട്ട് എന്താണ്? 1. അടുത്ത എക്സ്പ്രഷൻ 8/2 × 2/2. 8/2 ആദ്യം ചെയ്യും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്ലാഷിനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രയോറിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഓപ്പറേഷൻ എടുക്കുക. അപ്പോൾ 8/2 എന്താണ്? 4. 4 × 2/2 കിട്ടും നമുക്ക്. 4 × 2 എന്താണ്? 8. 8/2. 8/2 എന്താണ്? 4. അതേപോലെ 8/2 + 2/2. ഇവിടെ സ്ലാഷിന് ഒരു പ്രയോറിറ്റിയാണ്, പ്ലസ് ആൻഡ് മൈനസിന് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പോൾ 8/2 എന്താണ്? 4. 4 + 2/2. അപ്പോൾ ഇവിടെ 4 + 2/2 ഉള്ളതുകൊണ്ട് പ്ലസിനേക്കാൾ പ്രയോറിറ്റി എന്തിനുണ്ട്? സ്ലാഷിനുണ്ട്. അതുകൊണ്ട് 2/2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 4 + 1 കിട്ടും. അപ്പോൾ 4 + 1 എന്താണ്? 5. അടുത്ത എക്സ്പ്രഷനിലേക്ക് കടക്കാം. 8/2 × 2 എക്സ്പോണൻസിയേഷൻ 2. ഈ ഒരു എക്സ്പ്രഷനിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? എക്സ്പോണൻസിയേഷനാണ്. അപ്പോൾ 2 എക്സ്പോണൻഷ്യൻ 2 എന്താണ്? 4. അതാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് നമുക്ക് കിട്ടും? 8/2 × 4 എന്ന് കിട്ടും. പിന്നെ സ്ലാഷിനും ഇൻറ്റുനും എന്താ? ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 8/2 എന്താണ്? 4. 4 × 4 എന്താണ്? 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ട് 16 എന്ന് കിട്ടി. അതേപോലെ അടുത്ത എക്സ്പ്രഷനിലേക്ക് കടക്കാം. 8/2 - 2 എക്സ്പോണൻസിയേഷൻ 2. ഇവിടെ എക്സ്പോണൻസിയേഷൻ ആണല്ലോ ആദ്യത്തെ പ്രയോറിറ്റി. അപ്പോൾ 2 എന്താ? 4. അപ്പം നമുക്ക് എന്ത് കിട്ടി? 8/2 - 4 എന്ന് കിട്ടി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സ്ലാഷിനാണ് പിന്നത്തെ പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ 8/2 എന്താണ്? 4. 4 - 4 എന്താണ്? 0. 0 1 nil.
പിന്നെ അടുത്ത് 2 എക്സ്പോണൻസിയേഷൻ 3 എക്സ്പോണൻസിയേഷൻ 2. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പോണൻസിയേഷൻ ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുക. 2⁻3 എന്താണ്? 2 × 2 4, 4 × 2 8. അപ്പോൾ 8 എക്സ്പോണൻസിയേഷൻ 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് എടുക്കുമ്പോൾ 8² എന്താണ്? 64. അപ്പോൾ റിസൾട്ട് എന്താണ്? 64. ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് ആണ്. 2 തരം പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് പ്രോഗ്രാമിൽ എഴുതുകയാണെങ്കിൽ 10 പ്രിന്റ് ടൈപ്പിംഗ് വാല്യൂസ് ഓഫ് P, R ആൻഡ് N. അതായത് P പറയുന്ന വാരിയബിളിന് ഒരു വാല്യൂ കൊടുക്കണം, R പറയുന്ന വാരിയബിളിന് ഒരു വാല്യൂ കൊടുക്കണം, N എന്ന് പറയുന്ന വാരിയബിളിനും നമ്മളൊരു വാല്യൂ കൊടുക്കണം. 20 ഇൻപുട്ട് P, R, N. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇൻപുട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഡിസ്പ്ലേ ചെയ്യും ഇൻപുട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം വാട്ട് ഇറ്റ് മീൻസ് കഴ്സർ ഇസ് വെയിറ്റിംഗ് ഫോർ us ടു ടൈപ്പ് ഇൻ ദ വാല്യൂസ്. ഇപ്പം പിക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം, ആർക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം, എന്നിനും ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. ലെറ്റ് v ഈക്വൽ ടു p ഇൻറ്റു 1 + r റേസ് ടു n. ഇതൊരു കാൽക്കുലേറ്റ് ചെയ്യും. ഈ കമ്പ്യൂട്ടേഷൻ ഈ കമ്പ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്രഷൻ ആണല്ലോ, അറിത്മെറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ലെറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിച്ചത്. അതായത് 30 ലെറ്റ് v ഈക്വൽ ടു p ഇൻറ്റു ബ്രാക്കറ്റിൽ 1 + r റേസ് ടു n. 1 + r ബ്രാക്കറ്റിനാണല്ലോ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ 1 + r ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ എക്സ്പോണൻസിയേഷൻ എടുക്കും, പിന്നെയാണ് ഈ ഇൻട്യൂഷൻ. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് 40 പ്രിൻറ്റ് v ആണ്, വീലുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീൻ്റെ ഉള്ളിലുള്ള എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 50ൽ go to 10 എന്ന് പറഞ്ഞാൽ 10th ലൈനിലേക്ക് നമ്പറിലേക്ക് പോകും. 10th ലൈൻ നമ്പർ എന്താണുള്ളത്? ടൈപ്പ് ഇൻ വാല്യൂസ് ഫോർ P, R, N ചോദിക്കും. അങ്ങനെ അവസാനം എൻ്റെ അടുത്തത് the efficiency of an electric power generator is given by E equal to output by input equal to V into I by V into I plus W, where V equal to output voltage, I equal to output current and W equal to power loss in the generator. 10. Rough calculation of efficiency. 20. Read V, I, W. കണ്ടോ, റീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇൻപുട്ട് എല്ലാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റീഡാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഡാറ്റ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, ഒന്നും കൂടെ ഞാൻ റീകളക്ട് ചെയ്തേ ഉള്ളൂ. 30 ലെറ്റ് P ഈക്വൽ ടു V ഇൻറ്റു I. 40 ലെറ്റ് Q ഈക്വൽ ടു P പ്ലസ് W. 50 ലെറ്റ് E ഈക്വൽ ടു P ബൈ Q. 60 പ്രിൻറ്റ് ഔട്ട്പുട്ട് ഈക്വൽ ടു P വാട്ട്സ്. 70 പ്രിൻറ്റ് ഇൻപുട്ട് ഈക്വൽ ടു Q വാട്ട്സ്. 80 പ്രിൻറ്റ് എഫിഷ്യൻസി ഈക്വൽ ടു E. 90 ഡാറ്റ. 240 15 475 100 എൻഡ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് റമ്മിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? സ്റ്റാർ മാർക്ക് ഉപയോഗിക്കണം. എന്തിനാണ് അത്? പ്രോഗ്രാമിൻ്റെ ഒരു നല്ലൊരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർ മാർക്ക് ഉപയോഗിക്കും. കാൽക്കുലേഷൻ ഓഫ് എഫിഷ്യൻസി പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു റമ്മാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ 20 റീഡ് V, I, W. റീഡ് ഇപ്പം നമ്മളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. V ഏതെടുക്കും? V ഡാറ്റയിൽ നോക്കും. ഡാറ്റ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കും. കമ്പൈലറിൻ്റെ ഡാറ്റ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് 240 ആണ് ആദ്യം V എടുക്കുക. അതേപോലെ I എന്തെടുക്കും? 15 എടുക്കും. അതേപോലെ W എന്തെടുക്കും? 475 എടുക്കും. അതിനുശേഷം ലെറ്റ് P ഈക്വൽ ടു V ഇൻറ്റു I. വിയിൽ എന്താണുള്ളത്? 240 ഇൻറ്റു 15 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആരെടുക്കും? P എടുക്കും. ലെറ്റ് Q ഈക്വൽ ടു P പ്ലസ് W. ഇപ്പോൾ പിയിലുള്ള എന്താണോ അത് പ്ലസ് W. Wയിൽ എന്താ ഉള്ളത്? 475. അത് പ്ലസ് 475 ചെയ്തിട്ട് നമുക്ക് Q കിട്ടും. അങ്ങനെ ഈ എഫിഷ്യൻസി E ഈക്വൽ ടു P ബൈ Q. P/Q. അപ്പം പിയിലുള്ള എന്താണോ അത് ഡിവൈഡ് ബൈ ക്യൂയിലുള്ളത്. അപ്പം അതാണ് ആയിരിക്കും E എടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡ്യൂട്ടി എന്താ? അതൊക്കെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 60 പ്രിൻറ്റ് ഡബിൾ കോട്ട്സിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു P. കണ്ടോ, ഇവിടെ സെമി കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സ്ട്രിങ് ആണിത്. സ്ട്രിങ് കോൺസ്റ്റന്റ് കിട്ടാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചാണ് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അതുകൊണ്ട് തന്നെ P പ്രിൻറ്റ് 60 പ്രിൻറ്റ് ഓപ്പണിംഗ് ഡബിൾ കോട്ട്സ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. പിന്നെ ആ പിയിലുള്ള വാല്യൂ സെമി കോളൻ, പിന്നെ വാട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെയും ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക, വാട്ട്സ് എഴുതുക, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇതും. പ്രിൻറ്റ് ഡബിൾ കോട്ട്സ് ഓപ്പണിംഗ് ഇൻപുട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ക്ലോസിംഗ് Q സെമി കോളൻ മറക്കരുത്. അധികം ആളുകളും സെമി കോളൻ മറക്കുന്നതാണ്. ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക, വാട്ട്സ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. 80 പ്രിൻറ്റ് ഡബിൾ കോട്ട്സ് എഫിഷ്യൻസി ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ E. 90 ഡാറ്റ. 240 15 475 100 എൻഡ്.
റീക്യാപ്പ്. നമ്മളിപ്പോൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു, മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്താണ്, അതേപോലെ അസംബ്ലി ലാംഗ്വേജ് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ ഒരു ഓപ്പറേഷനുള്ള പ്രയോറിറ്റി പഠിച്ചു, ഹൈറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, അത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചു, അത് വെച്ച് രണ്ട് പ്രോഗ്രാമിംഗ്, സിമ്പിളായിട്ടുള്ള രണ്ട് പ്രോഗ്രാമിങ്ങും നമ്മൾ പഠിച്ചു. അപ്പോൾ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആൻഡ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.